ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനായിട്ട് വളരെ ഗൗരവമായൊരു ശ്രമം നടന്നു എന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായിട്ടുള്ള അവസ്ഥ എന്ത് എന്ന് കൃത്യമായ ഒരു പഠനം ആവശ്യമാണ് എന്നത് നിരന്തരമായൊരു ഒരു സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും മറ്റൊരു വിഭാഗം ന്യൂനപക്ഷത്തിന് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ഗൗരവമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു സിംഹഭാഗം ലഭിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായൊരു കാലയളവിൽ സർക്കാരിനോട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് സഭ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിനോടുള്ളൊരു പ്രതികരണം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. DGP ആയിരുന്ന ശ്രീ ജേക്കബ് പുന്നൂസ് സാറും IAS ഓഫീസറായ ക്രിസ്റ്റി ഫെർണാണ്ടസ് സാറും ഉൾപ്പെടുന്നതാണ് ശ്രീ ജെ ബി കോശി കമ്മീഷൻ അംഗങ്ങൾ. അവർ വളരെ ഗൗരവമായിട്ടത് പഠിച്ചു. അവർക്ക് ലക്ഷക്കണക്കിന് തന്നെ പരാതികളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിനെ അവരുടെ പരിമിതമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്ത് 500 നിർദ്ദേശങ്ങളാണ് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സർക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ ഗൗരവമായ നടപടികളിലേക്ക് കടക്കും. 500 നിർദ്ദേശങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം സർക്കാർ എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കേരളത്തിലെ സർക്കാരിനോട് സാധിക്കുമെങ്കിൽ ശ്രീ ജസ്റ്റിസ് കോശി സാറിൻ്റെ കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധം ചെയ്താൽ അത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനും കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരാനും സഹായകരമാണ്. കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ പ്രസിദ്ധപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ, അങ്ങനെ നിയമപരമായി തടസ്സങ്ങളില്ലെങ്കിൽ അത് വെബ്സൈറ്റിൽ ഇട്ടുകൊണ്ട് അതൊന്ന് പ്രസിദ്ധപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്.